എറണാകുളം കാക്കനാട്ട് DLF ഫ്ളാറ്റിലെ താമസക്കാർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായ സംഭവത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നു. വെള്ളമെത്തുന്ന മാസ്റ്റർ ടാങ്കിൽ ഡബിൾ ക്ലോറിനേഷൻ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. രണ്ടാഴ്ചക്കിടെ 441 പേർക്ക് അസുഖം ബാധിച്ചു. വാട്ടർ അതോറിറ്റിയുടെ ഉൾപ്പെടെയുള്ള വിവിധ സ്രോതസ്സുകൾ, 3 സ്രോതസ്സുകളാണ്. ഒന്ന് കുഴൽക്കിണർ, ഒന്ന് നമ്മുടെ ജല അതോറിറ്റിയുടെ വെള്ളം, അതുകൂടാതെ ഈ ടാങ്കർ ലോറികളിൽ അടിക്കുന്ന വെള്ളം. ഇങ്ങനെ 3 സ്രോതസ്സ് വഴിയാണ് ഈ ഫ്ലാറ്റുകളിലേക്കും കൊച്ചിയിലെ മിക്ക ഫ്ലാറ്റുകളിലേക്കും ഒക്കെ തന്നെ വെള്ളം വരുന്നത്. പക്ഷേ ഈ വെള്ളമൊക്കെ തന്നെ പരിശോധനയ്ക്ക് അയക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡബിൾ ക്ലോറിനേഷൻ വഴി ഇങ്ങനെയുള്ള കോളിഫോം പോലെയുള്ള മാലിന്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രജ്ഞന്മാരാണ് പറയേണ്ടത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീകാന്ത്. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ തിളപ്പിച്ച് ആറിയ വെള്ളം വേണം കുടിക്കാൻ കേട്ടോ, പറഞ്ഞില്ലെന്ന് വേണ്ട. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇതിൽ യഥാർത്ഥ പ്രശ്നം പറഞ്ഞതിനപ്പുറം വേറൊരു വലിയ പ്രശ്നമുണ്ട്, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ പ്രശ്നം. ഈ വാർത്ത വന്നതിന് ശേഷം ഈ ടാങ്കർ ലോറിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി നമ്മളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിലവിലിപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഈ ജലം അത് ആളുകൾ എടുക്കുന്നില്ല, ഈ ടാങ്കർ ലോറികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് കുറച്ച് നിരക്ക് കൂടുതലാണ്. അതിനാൽ തന്നെ ഈ സ്വകാര്യ വ്യക്തികളുടെയൊക്കെ സ്വകാര്യ കിണറുകളിൽ നിന്നൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വെള്ളം ശേഖരിച്ച് വീടുകളിലേക്ക് എത്തിക്കുകയാണ് ടാങ്കർ ലോറികൾ ചെയ്യുന്നത് എന്നൊരു പരാതി നമുക്ക് ഇന്നലെ തന്നെ കിട്ടുകയും ചെയ്തിരുന്നു. അത് ഒരർത്ഥത്തിൽ ശരിയാണ്. ആലുവയിൽ നിന്നും നമ്മുടെ കളമശ്ശേരിയിലേക്ക് വരുമ്പോൾ ഇടതുഭാഗത്ത് ചില സ്വകാര്യ വ്യക്തികളുടെ കിണറുകളിൽ വെള്ളം ശേഖരിക്കുന്ന ടാങ്കറുകളുടെ നിര നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഡബിൾ ക്ലോറിനേഷൻ അടക്കം ചെയ്ത് ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് നൽകുന്നത് വാട്ടർ അതോറിറ്റി. പക്ഷേ അതിന് കുറച്ച് നിരക്ക് കൂടുതലാണ്. ഇനി നമ്മുടെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ 441 പേർക്കാണ് ഇതിനോടകം തന്നെ ഈ അസുഖം പിടിപെട്ടത്. 5 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. 2 വയസ്സുള്ള ഒരു കുഞ്ഞും ഒരു വയോധികനും, ഒരു കുടുംബത്തിലെയാണ് ഇവർ. 2 വയസ്സുള്ള കുഞ്ഞും ഒരു വയോധികനും അടക്കം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവർക്കൊക്കെ തന്നെ ആരോഗ്യം വളരെ മോശമാണ്. തുടർച്ചയായ വയറിളക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് പെട്ടെന്നുണ്ടായതല്ല എന്നും ഒരാഴ്ചയിലേറെയായി പ്രശ്നമുണ്ടെന്നും ആ ഫ്ളാറ്റിലെ ആളുകൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ പരിശോധനകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ആക്ഷേപമായി വരുന്നത്. എന്തായാലും ഈ വാട്ടർ അതോറിറ്റി നൽകിയ ജലം ഉൾപ്പെടെ പരിശോധനയ്ക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. 3 ദിവസം മുതൽ ഒരാഴ്ച വരെ പരിശോധനയ്ക്ക് സമയമെടുക്കും. അതായത് 72 മണിക്കൂറൊക്കെ ഈ പരിശോധനാ റിസൾട്ട് വരാൻ സമയമെടുക്കും എന്നാണ് പറയുന്നത്. റിസൾട്ട് എപ്പോൾ വന്നാലും ശരി, അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇതാണ്: തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റ് ജലസ്രോതസ്സുകൾ, അവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം സൂക്ഷിച്ചുപയോഗിക്കണം. അവിടെ ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പഠനം നടക്കുന്നുണ്ട്, പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. താങ്ക് യു ശ്രീകാന്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.